ഹലോ, വെൽക്കം ടു ആറ്റു വ്ളോഗ്സ്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൽ ഏതിനെയാണ് പരിചയപ്പെട്ടതെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ലക്കി ബാമ്പുവിനെയാണ് പരിചയപ്പെട്ടത്. ഇന്ന് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ലക്കി പ്ലാന്റ്സിലെ താരം മണി പ്ലാന്റിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെയുണ്ട് ഇത്? അടിപൊളി പ്ലാന്റ് അല്ലേ? എന്ത് ഭംഗിയായത് ഇങ്ങനെ ഒരു വഞ്ചി പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാനായിട്ട്. ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡോർ ആയിട്ട് മണ്ണിലും, ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് മണ്ണിലും വെള്ളത്തിലും നടാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ മണി പ്ലാന്റ്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും വീട്ടിൽ മണി പ്ലാന്റ് ഉണ്ടായിരിക്കും. ഇപ്പം മണി പ്ലാന്റ് നമ്മളൊരു ഗ്ലാസ് ബോട്ടിലിൽ ചുമ്മാ ഇട്ട് വെച്ചിരുന്നാലും അത് അവിടെ നിന്ന് വളർന്നോളും. അതായത് ഒട്ടും പരിചരണം ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. നമ്മൾ മണി പ്ലാന്റ് വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ 7 മുതൽ 10 ദിവസം കൂടുമ്പോഴത്തേക്ക് അതിന്റെ വെള്ളം മാറ്റി കൊടുക്കണം. പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ അതിന്റെ ലീഫെല്ലാം നല്ല ഗ്ലേസി ആയിട്ട് നിൽക്കും. എങ്ങനെയുണ്ട്? നല്ലൊരു വെറൈറ്റി ലക്കി പ്ലാന്റ് ആണല്ലേ. ഞങ്ങളുടെ ആറ്റൂർ ഗാർഡനിൽ അവൈലബിൾ ആയ വഞ്ചി പോട്ടിലാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ മണ്ണിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആറ്റൂർ ഗാർഡനിൽ ഈ വഞ്ചി പോട്ട് അവൈലബിൾ ആണ്. കണ്ടോ, ഈ പോട്ടിനകത്ത് ഞാൻ ക്ലേ ബോൾ ഇട്ടിരിക്കുന്നത് കണ്ടോ? ഈ ക്ലേ ബോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം ഇടാൻ പറ്റിയതാണ്. നമ്മൾ മണി പ്ലാന്റ് വളർത്തുമ്പോഴത്തേക്ക് അതിന്റെ ലീഫൊക്കെ നല്ല ഗ്രീൻ ആയിട്ട് നല്ല ഗ്ലേസിങ്ങോടുകൂടി നിൽക്കുന്ന കണ്ടിട്ടില്ലേ? നല്ല വലിയ പോട്ടിലൊക്കെ വളർത്തുമ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആസ്പിരിൻ ടാബ്ലറ്റ് ഒരെണ്ണം ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മണി പ്ലാന്റിന്റെ ലീഫെല്ലാം നല്ല ഗ്ലേസിങ്ങോടുകൂടി നല്ല ഭംഗിയോടുകൂടി നിൽക്കാൻ നല്ലതാണ്. ഇന്നത്തെ ടിപ്പ് ഇതാണ്. അപ്പൊ ഇതേപോലുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ.